ഹലോ നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മുഖക്കുരുവിനെ കുറിച്ചാണ്. അപ്പൊ മുഖക്കുരു എന്ന് പറയുന്ന അവസ്ഥ പലപ്പോഴും ഒരു കൗമാര പ്രായത്തിലായിരിക്കും എല്ലാവരിലും വരുന്നത്. കാരണം ആ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് പലപ്പോഴും ഈ മുഖക്കുരുവിന് ഒരു കാരണമായിട്ട് മാറാറുണ്ട്. പക്ഷെ പല ആളുകളിലും ഇതൊരു 20s-ലും 30s-ലും 40s-ലും ഒക്കെ എല്ലാ ഏജ് ഗ്രൂപ്പിലും കാണപ്പെടാറുണ്ട്. ഈ മുഖക്കുരുവിന്റെ ഒപ്പം തന്നെ ചില ആളുകളിൽ ആ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള വേദന, അതുപോലെ ഭയങ്കരമായിട്ടുള്ള പഴുപ്പ്, അങ്ങനെ പല രീതിയിലും, അതുപോലെ ചില കളർ ചേഞ്ചസ്, ചിലർക്ക് ചുമന്ന കുരുക്കളൊക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. അങ്ങനെയൊക്കെ പല രീതിയിലുള്ള അവസ്ഥകളിലും മുഖക്കുരു കാണപ്പെടാറുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ സ്കിന്നില് പലപ്പോഴും പ്രത്യേകിച്ച് മുഖത്തിലും എല്ലാ ശരീരത്തിന്റെ ഭാഗത്തും ചെറിയ ചെറിയ രോമകൂപങ്ങൾ കാണപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ രോമകൂപങ്ങളിൽ എല്ലാം ചെന്നെത്തുന്നത് ഒരു സഞ്ചിയിലേക്കാണ്. അതിനെയാണ് നമ്മൾ ഹെയർ ഫോളിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹെയർ ഫോളിക്കിളിന്റെ ചുറ്റുപറ്റിയിട്ടാണ് നമുക്ക് സെബേഷ്യസ് ഗ്ലാൻസുകൾ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥിയാണ്. ആ ഗ്രന്ഥിയിൽ നിന്ന് ഒരു സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്രവം വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സെബം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സെബം ശരിക്കും പറഞ്ഞാൽ സ്കിന്നിന്റെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ഈ സെബം വരുന്ന വഴിക്ക് ചിലപ്പോൾ ഒരു തടസ്സമൊക്കെ ഉണ്ടാകാം. ആ തടസ്സത്തിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തില് ഒരു അണുബാധ പോലെ ഫോം ചെയ്യും. മനസ്സിലായോ? ആ ഒരു ഭാഗത്ത് ഒരു അണുബാധ വരും. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ എന്ത് ഇൻഫെക്ഷൻ ഉണ്ടായാലും നമ്മുടെ ശരീരം തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. മനസ്സിലായോ? അപ്പൊ ശരീരം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്തുണ്ടാവും? അവിടെ ഇൻഫ്ലമേറ്ററി ചേഞ്ചസുകളൊക്കെ വരാൻ തുടങ്ങും. അതാണ് ഇപ്പോഴും നമുക്കൊരു മുഖക്കുരുവായിട്ടും, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന മുഖക്കുരു, ആക്നെ, പിമ്പിൾ, ഇങ്ങനെ ആയുർവേദത്തിൽ ഇതിനെ പറയുന്നത് മുഖദൂഷിക എന്നാണ്. ആ രീതിയിലൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ മുഖക്കുരുവായിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിലെന്താണ് എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്നുള്ളത് നമുക്ക് ആദ്യം പറയാം. അപ്പൊ കാരണത്തിലേക്ക് കടക്കുമ്പോൾ ഈ മുഖത്തുണ്ടാകുന്ന ചെറിയ ദ്വാരങ്ങൾ ഉണ്ടല്ലോ, ഈ ദ്വാരങ്ങൾ, അതായത് അതുപോലെ ഹെയർ ഫോളിക്കിൾസ്, ഇത് അടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഈ അടയുന്നതിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമുക്ക് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ വളർച്ച പ്രാപിക്കുക എന്ന് പറയില്ലേ, അതായത് പെൺകുട്ടികൾ വളർച്ച വരുന്നത് എപ്പോഴാണ്? ആർത്തവം അറ്റൈൻ ചെയ്യുമ്പോഴാണ്. അതുപോലെ ആൺകുട്ടികളിൽ ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിൽ അവരും പ്യൂബർട്ടി ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവര് ആ ഒരു സമയത്ത്, ആ ഒരു ഏജ് ഗ്രൂപ്പില് നമുക്ക് പലപ്പോഴും പല ഹോർമോണൽ ചേഞ്ചസുകൾ നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മുഖക്കുരു കാണാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ചില ഹോർമോണൽ ചേഞ്ചസ് വരും. അതിപ്പോ സ്ത്രീകളിലാണെങ്കിൽ പ്രസവശേഷം വരാം, മെനപ്പോസിന് ശേഷം വരാം. ചില സ്ത്രീകളിൽ മെൻസ്ട്രേഷൻ, ആ പ്യൂബർട്ടി സമയത്ത് നമുക്ക് വരുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ സാധാരണ നമുക്ക് ആർത്തവം വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചേഞ്ചസിന്റെ ഭാഗമായിട്ട് മുഖക്കുരു വരുന്നതായിട്ട് കാണാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരാം. പിന്നെ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ചില കോസ്മെറ്റിക്സ് ആണ്. അതായത് നമ്മൾ ചിലപ്പോൾ മേക്കപ്പ് പ്രൊഡക്ട്സുകളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവരാണ് അല്ലെ. അപ്പൊ അതിന്റെ ഫൗണ്ടേഷനിലോ കൺസീലറോ അല്ലെങ്കിൽ വേറെ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും അതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ചില ക്രീംസിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ലോഷനോ ഓയിൻമെന്റുകളോ എന്തും ആകട്ടെ, അതിന്റെയൊക്കെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും നമുക്ക് ഇത്തരം രീതിയിൽ വരാറുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഡയറ്റ്, അതും വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഡയറി പ്രൊഡക്ട്സ്, ഒരുപാട് മാംസം ഒരുപാട് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുന്നവരാണെങ്കിൽ, ബേക്കറി ഐറ്റംസ്, എണ്ണ പലഹാരങ്ങൾ, മധുരം കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ, അതുപോലെ വറുത്ത് കോരിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ മുഖക്കുരു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതിനെല്ലാം ഉപരി വിയർപ്പ് കൂടുതലുള്ള ആൾക്കാരിൽ മുഖക്കുരു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് ഈ കാരണങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിനെ നിദാന പരിവർജനം എന്ന് നമുക്ക് ചികിത്സാ രീതിയുണ്ട്. അപ്പൊ ആ കാരണങ്ങളെ കൃത്യമായിട്ട് ഒഴിവാക്കുക. അതിനപ്പുറത്തേക്ക് നമ്മുടെ ആ ഒരു സ്കിൻ ഹൈജീൻ നന്നായിട്ട് നിലനിർത്തുക. അതായത് 2 നേരം മുഖം വൃത്തിയായിട്ട് കഴുകുക. നമുക്കൊരു ആര്യവേപ്പില തിളപ്പിച്ചിട്ടുള്ള വെള്ളം മുഖം കഴുകാനായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ആയുർവേദിക് ഫേസ് വാഷസ് ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് അത്തരം ഫേസ് വാഷസ്, സോപ്പ്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇടയ്ക്ക് ഒരു ഫേസ് പാക്ക്, ആയുർവേദിക് ഫേസ് പാക്ക്, നമ്മുടെ ദോഷപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള ഫേസ് പാക്കുകൾ ഉപയോഗിക്കാം. ഇനി നല്ല പഴുപ്പുള്ളതും നല്ല വേദനയുള്ളതും വലിയ സിസ്റ്റിക് ആക്നെയൊക്കെ ഉള്ളതാണെങ്കിൽ, അതുപോലെ പാടുകൾ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമുക്ക് ഇത്തരം ഔഷധങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മാറ്റം കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ മൈൽഡ് ആയിട്ടുള്ള, എപ്പോഴും ആക്നെ പ്രോൺ സ്കിന്നുകാർ എപ്പോഴും മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് ഉപയോഗിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ്, അതിപ്പോ കോസ്മെറ്റിക് ആണെങ്കിലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ, സ്കിൻ കെയർ റുട്ടീനിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ആയാലും എല്ലാം മൈൽഡ് ആയത് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം.
അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക. പിന്നെ ഔഷധങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, നല്ല പഴുപ്പുണ്ട്, വലിയ കുരുക്കളാണ്, മാറുന്നില്ല കുരുക്കൾ എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഔഷധങ്ങൾ ഉള്ളിലേക്ക് എടുത്താൽ മാത്രമേ ഇത്തരം ബുദ്ധിമുട്ടുകൾ മാറുള്ളൂ. പുറമെ നമുക്ക് ഇത്തരം ഔഷധങ്ങൾ നമുക്ക് കഴുകാനുള്ളതും അതുപോലെ ഫേസ് പാക്ക് ആയിട്ട് നമ്മൾ ഔഷധങ്ങൾ പറഞ്ഞു തരും. ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ട് മാറും. ഇതിന്റെ ഒപ്പം തന്നെ ചില പഥ്യങ്ങളും കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട്. ആഹാരത്തിലും ഔഷധത്തിലും ഒരുപാട് ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ മുഖക്കുരു ഉള്ളവർക്ക് നമുക്ക് അവരുടെ ദോഷപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള ചില ഡയറ്റുകളുണ്ട്. അത് നമ്മൾ നിർദ്ദേശിക്കും. കഴിക്കേണ്ടതും കഴിക്കാൻ പാടില്ലാത്തതും നമ്മൾ നിർദ്ദേശിക്കും. ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്താൽ മുഖക്കുരു വരാതിരിക്കുകയും ചെയ്യും. വന്ന കുരു പാടില്ലാതെ ഫെയ്ഡായി പോകാനും സാധിക്കും എന്നുള്ളതാണ്. ഏകദേശം ഒരു 3 മാസക്കാലമൊക്കെ ഔഷധം എടുത്ത് കൃത്യമായിട്ട് പഥ്യങ്ങളൊക്കെ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ആയുർവേദ ചികിത്സയിലൂടെ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണ്, നിങ്ങൾക്കൊരു ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പാടിനാവട്ടെ കുരുവിനാവട്ടെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ആയുർവേദത്തിലൂടെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരൂ. അതുപോലെ തന്നെ നമുക്ക് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ബൈ.